നമസ്കാരം. എൻ്റെ പേര് സോണിയ. ഞാൻ എൻ്റെ അമ്മ മരിച്ചതല്ല, എൻ്റെ അമ്മയെ കൊന്നതാന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിൻ്റെ അടിയിൽ വന്നിട്ട് നീ മറ്റൊരാളെ പറ്റിച്ചതല്ലേടി, അതിൻ്റെ കർമ്മഫലമാണെന്ന് പറഞ്ഞവനൊക്കെ ഇട്ട് ഞാൻ പിന്നീട് മറുപടി തരാം. ഇപ്പം എൻ്റെ അമ്മയെ കൊന്നവനിട്ട് മറുപടി കൊടുക്കുകയാണ് എനിക്ക് വേണ്ടത്. അതെൻ്റെ സഹോദരന്. ഇനി അവൻ എൻ്റെ സഹോദരനല്ല. എൻ്റെ അമ്മയെ കൊന്നവൻ ഒരിക്കലും ഇനി എൻ്റെ സഹോദരനാവില്ല. അവനും അവൻ്റെ ഭാര്യയും കൂടി, അവൻ്റെ അമ്മായിയമ്മയും കൂടി ഒരുപാട് എൻ്റെ അമ്മയെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് ഞാൻ പലപ്പോഴായിട്ട് ഫേസ്ബുക്കിലൂടെ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്നപ്പോഴും ആരും എന്നെ സഹായിച്ചില്ല. പക്ഷേ ഞാൻ എൻ്റെ അമ്മ ജീവനോടെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പൊരുതിയില്ല എന്ന് പറയുന്നവരോട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന കളക്ടർക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, RDOയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണത്തിന് ചെന്നു. അപ്പോഴൊക്കെ എൻ്റെ അമ്മ ആ വീട്ടുകാരെ പേടിച്ചിട്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ നേരിട്ട് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാല് പിടിച്ചു, എൻ്റെ അമ്മയുടെ ജീവനെങ്കിലും രക്ഷിക്കും. അവസാനം പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെ SH എന്താ ചെയ്തതെന്ന് അറിയാമോ? എൻ്റെ പേരിൽ ഒരു 3-4 FIR ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തപ്പോൾ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത് പ്രകാരം അതിന് ഓർഡർ കിട്ടി. എൻ്റെ സഹോദരൻ എൻ്റെ അമ്മയെ പൊന്നുപോലെയാണ് നോക്കുന്നത്, ഞാൻ മോശമായ സ്ത്രീയാണ്, ഞാൻ ഏത് നിമിഷവും വിവാഹ തട്ടിപ്പിനും എന്താ പറയുക ഡിസബിലിറ്റി ആയ ഒരാളെ കൊല്ലാൻ നോക്കിയതിനും ഒക്കെ ഞാൻ ജയിലിൽ പോകും, അതുകൊണ്ട് എന്നെ എൻ്റെ അമ്മയെ ഏൽപ്പിക്കരുത്. ഇവിടെ എത്ര കൊലപാതകങ്ങൾ അമ്മയെ നോക്കുന്നു? ഞാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഇവിടെ എത്രയോ പേര് വെട്ടിപ്പും തട്ടിപ്പും നടത്തി ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അവർക്ക് അമ്മയില്ലേ? ഈ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജിയോട് ഞാൻ ചോദിക്കുക, താങ്കൾക്ക് ഒരു അമ്മയില്ലേ? എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ ജഡ്ജിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോലീസുകാർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ പ്രകാരമാണല്ലോ അദ്ദേഹത്തിന് വിധി പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അദ്ദേഹത്തിനോട് ഞാൻ പറയാം, നിങ്ങൾ കൊടുത്ത ഈ അവകാശത്തിൻ്റെ പുറത്ത് എൻ്റെ അമ്മയ്ക്ക് ജീവിക്കാനുള്ള ഒരവസരം എൻ്റെ സഹോദരൻ നഷ്ടപ്പെടുത്തിയത് കാരണം ഇപ്പം എൻ്റെ അമ്മയില്ലേ പള്ളി സെമിത്തേരിയിലുണ്ട്. നന്ദിയുണ്ട് സാറേ. അതിനുശേഷം ഈ വിധി കിട്ടിയതിൻ്റെ തൊട്ട് പിന്നാലെ എൻ്റെ അമ്മയ്ക്ക് ഫോൺ കൊടുത്തിട്ട് എൻ്റെ അമ്മയുടെ മോൻ എന്നെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, അവൻ പറയുന്ന എല്ലാ മുദ്രപത്രത്തിലും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയെ വിട്ടു തരാമെന്ന്. ഞാനും എൻ്റെ അമ്മയുടെ ചേച്ചിയും അമ്മയുടെ ആങ്ങളെയും ഒക്കെ തയ്യാറായിട്ട് അവൻ പറയുന്ന ആധാർ കാർഡിൻ്റെ കോപ്പിയും ഒക്കെ അയച്ചു കൊടുത്തിട്ടും അവൻ ഞങ്ങൾക്ക് അമ്മയെ വിട്ടു തന്നില്ല. ഞാൻ പിന്നെയും കൊണ്ടുപോയി കളക്ടർക്ക് നേരിട്ട് പരാതി കൊടുത്തു. ആ സമയത്ത് എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണെന്ന് പോലും ഞങ്ങളോട് പറയുന്നില്ല അവൻ. ഇന്നലെ കളക്ടറിൻ്റെ ഓഫീസിൽ നിന്ന് അതിന് മറുപടി വന്നു. ഞാൻ പറഞ്ഞു, ഇനി മറുപടി വേണ്ട, എൻ്റെ അമ്മ പള്ളി സെമിത്തേരിയിലെത്തി. ഈ കഴിഞ്ഞ 20-ാം തീയതി എൻ്റെ അമ്മ സീരിയസ് ആണെന്ന് പറഞ്ഞ് എന്നോട് പോലും എൻ്റെ ആ സഹോദരൻ വിളിച്ച് പറയാണ്ട് എൻ്റെ അങ്കിളിനോട് പറഞ്ഞിട്ട് ഞാൻ ആലുവ കാർമൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ റൂമിൽ ശ്വാസം കിട്ടാണ്ട് കിടന്ന് പിടയുക. അപ്പം നേഴ്സ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രാവിലെ അറ്റാക്ക് വന്നതാ. ഇവരോട് രണ്ടുപേരോടും ഭാര്യനോടും ഭർത്താവിനോടും ICUലാക്കാൻ പറഞ്ഞിട്ട് ICUലാക്കിയില്ലാന്ന്. എൻ്റെ നിർബന്ധപ്രകാരം ICUലാക്കിയിട്ട് ആ സിസ്റ്ററിനെ എൻ്റെ അനിയൻ ചെന്ന് ചീത്ത പറഞ്ഞു. എന്നിട്ടും ആ സിസ്റ്റർ കൊണ്ടുപോയി ICUലാക്കി. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, പിറ്റേ ദിവസം പറഞ്ഞു അമ്മേനെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇവൻ സമ്മതിക്കുന്നില്ല. ഇവൻ എന്നോട് പറഞ്ഞത്, അമ്മയും അവനും വിശ്വസിക്കുന്ന ഒരു പള്ളിയുണ്ട്, മുരിയാട് പള്ളി, ആ പള്ളിക്കാർ പറഞ്ഞാലേ വെന്റിലേറ്ററിലേക്ക് ആക്കുള്ളൂ. അമ്മ ഇന്നലെ മരിച്ചതാണ്, ഇവളുടെ നിർബന്ധപ്രകാരമാണ് ICUലേക്ക് മാറ്റിയേക്കണത്. അമ്മേനെ ഇവള് മരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന്. അമ്മേനെ മരിക്കാനാണോ അനുവദിക്കേണ്ടത്, ജീവിക്കാനാണോ അനുവദിക്കേണ്ടത്? എന്നിട്ടും ഇവൻ ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് ആക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ ആ കാർമൽ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ റൂമിനകത്തിട്ട് എൻ്റെ അമ്മയുടെ ചേച്ചീനെ അടിച്ചു, തെറി പറഞ്ഞിട്ട് എന്നെ ഉപദ്രവിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ്റെ വൈഫ് വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണു. ആളുകൾ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലുവ CAനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണം, എൻ്റെ അമ്മയ്ക്ക് വെന്റിലേറ്റർ കൊടുക്കണം എന്ന് എൻ്റെ ആങ്ങളോട് പറയാൻ.
അപ്പോഴും ആ CA അവൻ പറ്റിച്ചു. അമ്മയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ കടലാസ് പേപ്പറിൽ നിന്ന് ഞാൻ വാങ്ങിയെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ 24 ചാനലിലേക്ക് വിളിച്ചു. സാറേ, എൻ്റെ അമ്മേനെ ഒന്ന് രക്ഷിക്കണം, നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞാൽ അവരെയും അവൻ കളിപ്പിച്ചിട്ടുണ്ടാവും. അവന് വേണ്ടത് എൻ്റെ അമ്മയെ കൊല്ലുക എന്നുള്ളതായിരുന്നു. 3 മാസം മുമ്പ് കാർമൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നട്ടലിന് TB ഉണ്ടെന്ന് കണ്ടുപിടിച്ച് ഇവൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാണ്ട് തൃശ്ശൂർ ആനന്ദപുരം ആയുർവേദ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റുള്ള അവൻ്റെ അമ്മായിമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുമായിരുന്നു. പല രാത്രികളിലും എന്നെ വിളിച്ച് രക്ഷിക്കുമോളെ എന്ന് പറയുമ്പോഴൊക്കെ ഞാൻ അമ്മയോട് പറയും, അമ്മ ഞാൻ നിസ്സഹായാണ്, എന്നെ അവിടെ വരാൻ സമ്മതിക്കുന്നില്ല, അവൻ എനിക്കെതിരെ പോലീസ് കേസുകൾ കൊടുത്തോണ്ടിരിക്കണു, ഞാൻ എങ്ങനെ വരും? ഞാൻ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് കരഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കോടതിയുടെ ഉത്തരവ് മേടിച്ചിട്ട് 1/2 മണിക്കൂർ എൻ്റെ അമ്മയ്ക്ക് തന്നപ്പോൾ ഞാൻ ചെന്ന് തലേ ദിവസം മലമൂത്രത്തിൽ കിടക്കുന്ന എൻ്റെ അമ്മയുടെ ഡയപ്പർ മാറ്റി തിരിച്ചു പോന്ന് ഞാൻ കോടതിയിൽ അപേക്ഷിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി തന്നില്ല. ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? വീട് കയറി ആക്രമിച്ച് ഞാൻ ജയിലിലായാൽ എൻ്റെ അമ്മേനെ ആര് നോക്കും? എൻ്റെ അമ്മ പോയില്ലേ ഇനി? പക്ഷേ പിന്നെയും എൻ്റെ അമ്മേനെ അവൻ ഉപദ്രവിച്ചു. മരിച്ചു കിടന്നിട്ട് പോലും അവൻ്റെ വീട്ടിൽ കൊണ്ടുപോവാണ്ട് മോർച്ചറിയിലിട്ട് അവൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സമ്മതിക്കാതിരുന്നത് കൊണ്ട് പിന്നെയും അവൻ ദ്രോഹിച്ചു. ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഹിന്ദുവായി ജനിച്ച എൻ്റെ അമ്മ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ തന്നെ മരിക്കണം എന്ന് എൻ്റെ അമ്മയ്ക്ക് അടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയ്ക്ക് അമ്മ വിശ്വസിക്കുന്ന പള്ളിയിൽ അടക്കണം എന്നായിരുന്നു. അവൻ ആ പള്ളിക്കാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ബോഡി കത്തിക്കാനായിട്ട് നിർബന്ധിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ നേരിട്ട് മുരിയാട് എൻ്റെ അമ്മ വിശ്വസിക്കുന്ന പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും കത്തിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ അമ്മയുടെ വിശ്വാസപ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ അനിയനെ അവരോട് പറഞ്ഞു എന്ന് പറയുന്നു, ഞാൻ ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ടെന്ന്. ശരിയാണ്, എൻ്റെ അമ്മ മരിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിത് കൊലപാതകമാണെന്ന് പറഞ്ഞ് DGPക്കും എല്ലാവർക്കും പരാതി അയച്ചു ആ ഹോസ്പിറ്റലിൽ നിന്നിട്ട്. അതെല്ലാം പിൻവലിച്ചാൽ മാത്രം പള്ളിയിൽ അടക്കാമെന്ന് എൻ്റെ ആങ്ങളെ പറഞ്ഞപ്പോൾ ഞാൻ അതെല്ലാം പിൻവലിച്ചു എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ പള്ളിയിലല്ല അടക്കിയത്, ആ പള്ളിയുടെ തന്നെ വിശ്വാസത്തിലുള്ള പുത്തൻകുരിശിലുള്ള വേറൊരു പള്ളിയിൽ വേറൊരു സെമിത്തേരിയിൽ അടക്കി. കുഴപ്പമില്ല, എൻ്റെ അമ്മയുടെ ആഗ്രഹം മരിച്ചപ്പോൾ അങ്ങനെയെങ്കിലും സാധിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ അമ്മ സത്യത്തിൽ മരിച്ചതല്ല, എൻ്റെ അമ്മേനെ കൊന്നതാ. ജീവശ്വാസം കൊടുക്കാണ്ട് എത്ര ദിവസം വെന്റിലേറ്ററിൽ ഇട്ടാലാണ് ജീവിക്കാന്ന് ചോദിച്ചുകൊണ്ട് ഒരു ദിവസം മതിയായിരുന്നു. എല്ലാവരും അമ്മമാരുടെ ജീവൻ രക്ഷിക്കാനല്ലേ നോക്കണേ. എൻ്റെ ആ സഹോദരനും സഹോദരൻ്റെ ഭാര്യ അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് അടിച്ചു എൻ്റെ അമ്മേനെ, ചെവിക്കുറ്റിക്ക് അടിച്ചു, എൻ്റെ അമ്മയുടെ കൈ പിടിച്ചൊടിച്ചു. ഇതെല്ലാം എന്നോട് മാത്രമല്ല പലരോടും എൻ്റെ അമ്മ പറഞ്ഞു എന്നെ രക്ഷിക്കുക. ആർക്കും പറ്റുന്നുണ്ടായില്ല, ഇവൻ്റെ അടുത്തേക്ക് ചെല്ലാനേ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ആ നാട്ടിൽ ചെന്ന് നിന്ന് ആ വീടിൻ്റെ മുമ്പിൽ നിന്ന് കരയുമ്പോഴൊക്കെ നാട്ടുകാരും കാണുന്നുണ്ട്, ആനന്ദപുരത്തുള്ളവർ. അവരും നിസ്സഹായരായിട്ടുണ്ടാവും. എൻ്റെ അമ്മ ഒരു പാർട്ടിക്കാരിയായിരുന്നു. ആ പാർട്ടിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, ആർക്കും രക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല എൻ്റെ അമ്മേനെ. ദുഷ്ടനായ ഒരു മകനെ എൻ്റെ അമ്മ ജന്മം നൽകിയത് കൊണ്ട് ആ ദുഷ്ടൻ്റെ കൈ കൊണ്ട് തന്നെ എൻ്റെ അമ്മ മരിക്കേണ്ടി വന്നു. ICUവിൽ കിടന്നിട്ട് അവിടെ പോയിട്ട് പോലും എൻ്റെ അനിയൻ എൻ്റെ അമ്മയ്ക്ക് സ്വസ്ഥത കൊടുത്തില്ല. എന്തിനാണ് ICUവിൽ ഇങ്ങനെ ഇടണേന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്വാസം എടുത്ത് മാറ്റിച്ചു. അതുകൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ല എന്ന് പറയുന്നവരോട് തെളിവ് സഹിതം ഞാൻ പറയാം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പല വാതിലുകൾ മുട്ടി പലരോടും കെഞ്ചി കരഞ്ഞു ചോദിച്ചു, എൻ്റെ അമ്മേനെ രക്ഷിക്കുമെന്ന്. ആരും രക്ഷിച്ചില്ല. പിന്നെ എൻ്റെ അമ്മ നവംബർ മാസത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഫോട്ടോയും എൻ്റെയും കൂടി ഫോട്ടോ FBയിലിട്ടപ്പോൾ അതെടുത്ത് വെച്ചിട്ട് മരുമകൾ, അമ്മയെ ദ്രോഹിക്കുന്ന മരുമകൾ എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത് ഇറ്റ്സ് മീ ഗൈസ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ ചോദിക്കുക, തനിക്ക് ധൈര്യമുണ്ടോ?
അമ്മയെ കൊന്ന മകനെ പറ്റി വീഡിയോ ചെയ്യാൻ. അതൊന്നും ചെയ്യില്ല. നിങ്ങളെല്ലാം സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളല്ല. മറുനാടൻ മലയാളിയായ പീയൂഷേ, നീ എത്രത്തോളം അന്ന് എന്നെ ദ്രോഹിച്ചു. അപ്പോഴും എൻ്റെ അമ്മ സുഖമില്ലാതെ ക്രിട്ടിക്കലായി കിടന്ന സ്റ്റേജിൽ ഞാൻ നിനക്ക് മറുപടി തന്നില്ല. ഞാൻ ഇനി മറുപടി തരും. ബിജു വള്ളുവരാടൻ എന്ന് പറയുന്നവനോട്, പനമ്പള്ളി നഗറിലുള്ള അവനോട്. നീ ഈ പച്ചം വേഷം കെട്ടി നടക്കുന്നില്ലേ, നിനക്കുള്ള മറുപടിയും തരും. ഇപ്പം ഞാൻ മറുപടി കൊടുക്കുന്നത് എൻ്റെ അമ്മയെ കൊന്നവനാണ്. കൊന്നവൾക്കും എൻ്റെ സഹോദരനും എൻ്റെ സഹോദരൻ്റെ ഭാര്യയും അവൻ്റെ അമ്മായിയമ്മയും കൂടി ഒരുപാട് ദ്രോഹിച്ചു കൊന്നു. എൻ്റെ അമ്മ വിശ്വസിക്കുന്ന ഒരു പള്ളിയുണ്ട് മുരിയാട് പഞ്ചായത്തിൽ. ആ പള്ളിക്കാരോട് ഞാൻ പറയാ, എൻ്റെ അമ്മ മരിച്ചതല്ല. ആ പള്ളിയിലെ വിശ്വാസത്തിൽ തന്നെ എൻ്റെ സഹോദരനും അവൻ കൊന്നതാണ് എൻ്റെ അമ്മയെ. ഞാനതിന് സാക്ഷിയാ. ഞാൻ ICUവിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. 5 മിനിറ്റ് മുമ്പ് വരെ ഞാൻ എൻ്റെ അമ്മയെ പോയി കണ്ടതാ. അവൻ എന്നോടും എൻ്റെ ആ വെല്ലുമിച്ചിയോടും പിന്നെ ഇന്നലെ ഞാൻ ആലുവ പോലീസ് സ്റ്റേഷനിലും പറഞ്ഞതാ. 20-ാം തീയതി ഞാൻ 3:30 അടക്ക ശുശ്രൂഷ ചെയ്യാൻ വെച്ചിരുന്നതാ. ഇവള് സമ്മതിച്ചില്ല. ഇവള് വന്ന അമ്മയെ ICUവിൽ കയറ്റിന്ന്. ഇവനൊരു മകനാണോ? നിനക്കും ഉണ്ടല്ലോ ഒരു മകള്. ആ മകള് ശ്വാസത്തിന് വേണ്ടി കെഞ്ചുമ്പോ നീ ആ ശ്വാസം എടുത്ത് മാറ്റിക്കളയോടെ ദുഷ്ട. നിന്നെ 10 മാസം ചുമക്കാൻ ആ അമ്മയ്ക്ക് പറ്റില്ല. 7-ാം മാസത്തില് നിന്നെ ചുമന്ന് പ്രസവിച്ച ആ അമ്മയെ നീ കൊന്നുകളഞ്ഞു. നിന്റെ 9-ാം വയസ്സിൽ നിന്റെ അപ്പൻ എൻ്റെ അമ്മയെ ഉപേക്ഷിച്ച് പല സ്ത്രീകളെയും അയാൾ വിവാഹം കഴിച്ച് കൊണ്ടുപോകുമ്പോഴും ആ അമ്മ ഒരിക്കൽ പോലും ആരെയും കാല് പിടിച്ച് ജീവിക്കാൻ വന്നില്ല. നിന്നെയും എന്നെയും കൊണ്ടാണ് എൻ്റെ അമ്മ സ്വന്തം വീട്ടിലേക്ക് പോയത്. പക്ഷെ നീ പകരം വീട്ടിൽ ഇത് എൻ്റെ അമ്മയുടെ ജീവൻ വെച്ചിട്ടായിരുന്നു. 30 വർഷം നിന്റെ മുമ്പിൽ എൻ്റെ അമ്മ യാചിക്കാൻ വന്നില്ല. ഒരു നിമിഷം നീ തിരിഞ്ഞു നോക്കിയിട്ടില്ല എൻ്റെ അമ്മയെ. ഈ ഒരു 3 മാസം കൊണ്ട് നീ എൻ്റെ അമ്മയെ കൊന്നുകളഞ്ഞു. നട്ടലിന് TB ബാധിച്ച് എത്രയോ പേരുണ്ട് ജീവിക്കുന്നു. നീ എൻ്റെ അമ്മയുടെ കൈയും കാലും ഒക്കെ തളർത്തി കളഞ്ഞു. എന്ത് ചെയ്തിട്ടായിരുന്നു? എൻ്റെ അമ്മയുടെ ദേഹം മൊത്തം പാടുകളായിരുന്നു. നീ എൻ്റെ അമ്മ എന്താ ചെയ്തേ? എൻ്റെ അമ്മയുടെ പ്രൈവറ്റ് പാർട്സിൽ ബ്ലീഡിങ് ആയിരുന്നു. നിന്റെ ഭാര്യയും നിന്റെ അമ്മായിയമ്മയും ഒക്കെ എൻ്റെ അമ്മയെ നോക്കി കൊന്നുകളഞ്ഞു. നീ എനിക്ക് തന്നില്ല എൻ്റെ അമ്മയെ. അവസാന നിമിഷം എൻ്റെ അമ്മ ഒരേ ആഗ്രഹിച്ചിട്ടുള്ള എൻ്റെ മോളുടെ അടുത്ത് വിടുന്ന് നിന്റെ ഭാര്യ എന്നോട് വിളിച്ച് പറയുന്നത് ഉണ്ട്. ഞാൻ അപ്പോഴും നിന്റെ ഭാര്യയോട് പറഞ്ഞു എൻ്റെ അമ്മയെ തിരികെ താ. അവള് പറഞ്ഞ എന്താണെന്നറിയാമോ? വലിയ ന്യായം അടിക്കാണ്ട് വന്ന് ഒപ്പിട്ടിട്ട് വിളിച്ചോണ്ട് പോടിയെന്ന്. എല്ലാ റെക്കോർഡും എൻ്റെ കയ്യിലുണ്ട്. നിനക്കൊക്കെ ഏത് പേപ്പറിലായിരുന്നു ഞാൻ ഒപ്പിട്ട് തരേണ്ടത്? ഞാനിട്ട് തന്നേനായിരുന്നല്ലോ. എൻ്റെ അമ്മയുടെ ജീവൻ തന്നാ മതിയായിരുന്നു. പക്ഷെ അതിനും ഞാൻ തയ്യാറായി. ഈ വീട്ടിലിരിക്കുന്നുണ്ട് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചു വെച്ച വീൽ ചെയറും ഒക്കെ. പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും നിന്നോട് പൊറുക്കില്ലടാ. ആ പെറ്റ വയറിനോട് നീ കാണിച്ച ക്രൂരതയ്ക്ക് നീ അനുഭവിക്കും. നോക്കിക്കോ.